നാരങ്ങയുമായിട്ട് ഇന്നിനി എന്തും പറഞ്ഞുകൊണ്ടാണ് വന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇന്നത്തേത് ഒരു ടിപ്പാണ് കേട്ടോ. നമ്മൾ പിഴിഞ്ഞ് കളയുന്ന ഈ ഒരു നാരങ്ങയുടെ തോട് വെറുതെ കളയരുത്. നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക. അതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞെടുക്കണം കേട്ടോ. നമുക്കിതിൻ്റെ ഒരു നീര് ആവശ്യമുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിഴിഞ്ഞിട്ട് കളയുന്ന തോട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പകുതി നാരങ്ങ എടുത്താലും മതി കേട്ടോ. ആ ഒരു നാരങ്ങയുടെ നീരെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ചധികം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് എന്തിനൊഴിച്ചു കൊടുക്കാം? കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഉറുമ്പുകൾ, കീടങ്ങൾ ഇതുപോലുള്ളതുങ്ങളൊന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ കറിവേപ്പില നല്ല പുതിയ തളിർപ്പുകൾ ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇത് ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഒഴിച്ചു കൊടുത്തതാണ്. ഇന്നിപ്പോൾ ശനിയാഴ്ച ഇതിൻ്റെ റിസൾട്ട് കണ്ടില്ലേ, പുതിയ തളിർപ്പുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഉറുമ്പുകളൊക്കെ വരുന്നിരിക്കുമല്ലോ, അതിൻ്റെ ശല്യമൊക്കെ കുറഞ്ഞു കിട്ടും. അതുപോലെ ഇതിൽ നല്ല നല്ല തളിർപ്പുകൾ വരും. കൂടാതെ തന്നെ നമ്മളിതിനകത്ത് വളങ്ങളും ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പ് തഴച്ച് വളരാനായിട്ട് ഇട്ട് കൊടുക്കേണ്ട വളവും ഈ ഒരു നാരങ്ങയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാം.